ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചത് സെറ്റ്സിൻ്റെ ബേസിക്സ് ആണ്. വാട്ട് ഈസ് എ സെറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് വാട്ട് ആർ ദ വേസ് ഓഫ് റെപ്രസെൻറ്റിങ് എ സെറ്റ്. രണ്ട് ടൈപ്പ് ഉണ്ട്, റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, എംപ്റ്റി സെറ്റ് ആൻഡ് ഈക്വൽ സെറ്റ്. നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ പെയർ ഓഫ് ഈക്വൽ സെറ്റ്സ് ആൻഡ് ഗിവ് റീസൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു സെറ്റ് 0 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 25 വേർ എക്സ് ബിലോങ്സ് ടു എൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സെറ്റും റോസ്റ്റർ ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് റോസ്റ്റർ ഫോമിലും ബി എന്ന് പറയുന്ന സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണുള്ളത്. ഫസ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ പറയുന്നത് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 25 വേർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ N വിച്ച് ഈസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 15ൻ്റെയും 25ൻ്റെയും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ബി വിൽ ബി ഈക്വൽ ടു സെറ്റ് 16, 17, 18, 19, 20 up to 24. Answer will be A equal to set 0 and B equal to set 16 up to 24. And ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ രണ്ട് സെറ്റും ഈക്വൽ അല്ല. കാരണം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ് ആൻഡ് ദേ ആർ നോട്ട് ദ സെയിം. വി ക്യാൻ സേ ദാറ്റ് ദ സെറ്റ്സ് ആർ നോട്ട് ഈക്വൽ. നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. C equal to set of x such that x minus 5 equal to 0 for x belongs to set of integers and D equal to set of x such that x square equal to 25 where x belongs to set of integers. First of all രണ്ട് സെറ്റിനെയും റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് സെറ്റ് വിൽ ബി C equal to set 5 ആൻഡ് സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. എക്സ് വിൽ ബി ഈക്വൽ ടു +5 ആൻഡ് -5. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സിയും ഡിയും ഈക്വൽ അല്ല. കാരണം സിയിൽ സെറ്റ് 5 എന്ന് മാത്രമാണുള്ളത്, ഡി എന്ന് പറയുന്ന സെറ്റ് -5 ആൻഡ് 5 ആണ്. ദേ ആർ നോട്ട് ഈക്വൽ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈക്വൽ ടു 0 വേർ എക്സ് ബിലോങ്സ് ടു സെഡ് പ്ലസ്. ഇവിടെ സെഡ് പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നാണ്. ഓക്കെ, പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുക. ഇപ്പോൾ അവിടെ നെഗറ്റീവ് മൈനസ് ആണ് ഇടുന്നതെങ്കിൽ സെഡ് മൈനസ് എന്നാണെങ്കിൽ it will be set of negative integers. Okay, ഇവിടെ തന്നിട്ടിരിക്കുന്നത് x belongs to positive integers എന്നാണ്. X will be from 1 to infinity. Okay, f എന്ന് പറഞ്ഞ സെറ്റ് x such that 2x minus 10 equal to 0 where x belongs to z. നമുക്ക് ഇതിനെ ഫസ്റ്റ് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇ എന്ന് പറയുന്ന സെറ്റ് വി വിൽ ഗെറ്റ് സെറ്റ് ഓഫ് 5 minus 3 ആൻഡ് എഫ് എന്ന് പറയുന്ന സെറ്റ് ഇറ്റ് വിൽ ബി സെറ്റ് 5. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദേ ആർ നോട്ട് ഈക്വൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് alloy and h equal to set of x such that x is a letter of the word loyal. First of all ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക.
സോ ജി എന്ന് പറയുന്നത് എലോയ് എന്നാണ് തന്നിട്ടുള്ളത്. സോ ALOY ആണ് ജിയിലെ എലമെൻറ്റ്സ് വരിക. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു എലമെൻറ്റ് ഒരു തവണ മാത്രമേ ഒരു സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ വേർഡ് തന്നിരിക്കുന്നത് എലോയ് എന്നാണ്. അതിൽ 2 L ഉണ്ട്. ബട്ട് L ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഓൺലി വൺസ്. അതുപോലെ തന്നെ ഇവിടെ ലോയൽ H ഈക്വൽ ടു സെറ്റ് ഓഫ് LOYA, അവിടെയും 2 L ഉണ്ട്. ബട്ട് we will represent an element only once. okay, so ഇവിടെ elements സെയിം ആണ്. ALOY അതുപോലെ തന്നെ Hഉം ALOY തന്നെയാണ് elements ഉള്ളത്. therefore the sets are equal. so ലാസ്റ്റത്തെ pair of sets മാത്രമാണ് equal and rest are not equal. നമുക്ക് അടുത്ത സെറ്റ് പ്രോബ്ലം നോക്കാം. Find which of the following are null set. So, first question, A equal to set of x such that x by 2 is odd and x belongs to set of natural numbers. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ x by 2 odd ആയിരിക്കണമെന്നാണ്. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഞാൻ എക്സ് ബൈ 2 ഫുള്ളി ഡിവിസിബിൾ ആവേണ്ട സ്ഥിതിക്ക് ഞാനൊരു ഈവൻ നമ്പർ എടുക്കുകയാണ്. ലെറ്റ്സ് സേ എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 എന്ന് വരുന്ന കണ്ടീഷനിൽ 2/2 എന്ന് പറയുന്നത് 1 ആണ് കിട്ടുക. സോ 1 is odd and x ആക്ച്വലി എക്സ് ഈക്വൽ ടു 2 ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ എക്സ് ബിലോങ്സ് ടു n. സോ ആ ഒരു സെറ്റ് ഒരിക്കലും എം ടി ആവില്ല, അതിൽ എലമെൻറ്റ്സ് ഉണ്ടാവും. A equal to 2, 6, 10 etc. എന്നാണ് സെറ്റ് വരിക. സോ എം ടി സെറ്റ് ആവണമെങ്കിൽ ആ സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. സോ ഇത് ഒരു എം ടി സെറ്റ് അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, B equal to set of x such that x is an even prime number. സോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാം, കോമൺ ഫാക്ടർ 1ഉം ആ നമ്പറും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ 2, 3, 5, 7, 11 എക്സെട്ര. സോ ഇതിൻ്റെയൊക്കെ കേസിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം പിന്നെ ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈവൻ പ്രൈം നമ്പർ എന്നാണ് ഇവിടെ എക്സിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. സോ 2 എന്ന് പറയുന്നത് ഈവൻ പ്രൈം ആണ്. നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ആകെയുള്ള ഈവൻ പ്രൈം എന്ന് പറയുന്നത് 2 മാത്രമാണ്. സോ B ഈക്വൽ ടു സെറ്റ് 2 ആണ്. ആൻഡ് ഈ ഒരു സെറ്റ് എം ടി ആവില്ല, കാരണം അതിൽ ഒരു എലമെൻ്റ് ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് എം ടി സെറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. തേർഡ് ക്വസ്റ്റ്യൻ, C ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 വേർ എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 5നേക്കാൾ കുറവും 7നേക്കാൾ കൂടുതലുമാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ എം ടി സെറ്റ്, കാരണം 5നേക്കാൾ കുറവും 7നേക്കാൾ കൂടുതലുമായ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. സോ ഇറ്റ് വിൽ ബി ആൻ എം ടി സെറ്റ്. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, D equal to set of x such that x is a point common to any two parallel planes. പാരലൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, അവരൊരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ്റർസെക്റ്റ് ചെയ്താൽ മാത്രമേ കോമൺ പോയിന്റ് ഉണ്ടാവുകയുള്ളൂ. സോ ഡി എന്ന് പറയുന്നതും ഒരു നൾ സെറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ പാരലൽ പ്ലെയിൻസ് എന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാത്തത് കൊണ്ട് ഇതൊരു എം ടി സെറ്റാണ്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A equal to set of x such that x is the month of a year. So A എന്ന് പറയുന്നത് it is defined as x such that x is the month of a year.
നമുക്കറിയാം ഒരു വർഷത്തിൽ 12 മാസമാണ് ഉള്ളത്. സോ 12 മാസം എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അപ് ടു ഡിസംബർ. സോ അതിലെ സെറ്റിലെ എലമെൻസിൻ്റെ നമ്പർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ഫൈനൈറ്റ്. എ ഈക്വൽ ടു സെറ്റ് ജനുവരി, ഫെബ്രുവരി എക്സെട്ര ഡിസംബർ. ഇത് ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫൈനൈറ്റ് എന്ന് വിളിക്കാം. ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിശേഷിപ്പിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3 എക്സെട്ര. 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് വി നോ നാച്ചുറൽ നമ്പേഴ്സ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഈ ഒരു കേസിൽ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ സെറ്റ് ബി എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ, നൗ സി ഈക്വൽ ടു സെറ്റ് 1, 2, 3 അപ് ടു 100. സോ സി എന്ന് പറയുന്ന സെറ്റ് 1 to 100 വരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ 1 to 100 വരെയാണ് എലമെൻറ്റ്സ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ നമ്പേഴ്സ് നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന്. സോ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, now fourth question, d equal to set of x such that x greater than 100, x belongs to set of integers. ഇവിടെ x എന്ന് പറയുന്നത് 100ൽ കൂടുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് x belongs to z. സോ 100ൽ കൂടുതൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് 101, 102 എക്സെട്ര അത് ഇൻഫിനിറ്റി വരെ പോവുകയാണ്. സോ ഇതിൻ്റെ എൻഡ് സ്പെസിഫൈഡ് അല്ല, അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. So it is an infinite set. Okay, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. E equal to set of x such that x is a prime number less than 99. ഇവിടെ നമുക്ക് കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈം നമ്പർ ലെസ് ദാൻ 99. സോ അത് നമുക്ക് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. എന്ന് വെച്ചാൽ 99ൻ്റെ ഇടയിൽ വരിക എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക 2, 3, 5, 7, 11 അപ് ടു 97 വരെയാണ് ഉണ്ടാകുക. 99നേക്കാൾ കുറവ് ഉള്ള പ്രൈം നമ്പേഴ്സിനെയാണ് ഈ സെറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. സോ 97 വരെയാണ് നമുക്ക് ആ സെറ്റ് ഉണ്ടാവുക. സോ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. Sixth question, set of n such that n is a parallel line to x-axis. n is a line parallel to x-axis. So x-axisന് പാരലൽ ആയിട്ട് നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും വരക്കാം. സോ there will be infinite number of lines. സോ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. Now seventh question, G equal to set of x such that x equal to 5n where n belongs to set of natural numbers. ഇവിടെ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. സോ n ranges from 1 to infinity. അത് തന്നെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ് n-ൻ്റെ കേസിൽ. സോ 5n will be also infinite. സിൻസ് n എന്ന് പറയുന്നത് 1 to infinity, അതിൻ്റെ റേഞ്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, എന്ന് വെച്ചാൽ അതിലെ ടോട്ടൽ എലമെൻറ്റ്സ് എത്ര ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 5n-ഉം ഇൻഫൈനൈറ്റ് സെറ്റായിരിക്കും. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, h equal to set of x such that x is a circle passing through origin 0, 0. 0, 0യിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ ലൈനിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ 0, 0യിലൂടെ പാസ് ചെയ്യുന്ന എത്ര സർക്കിൾ വേണമെങ്കിലും, റേഡിയസ് സെയിം ആണെന്ന് പറയുന്നില്ല, റേഡിയസ് വിൽ ബി ഡിഫറെൻറ്റ്. സോ എത്ര സർക്കിൾ വേണമെങ്കിലും നമുക്ക് 0, 0യിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസ് വരക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്.
ഓക്കെ, സോ ഈ സെഷനിൽ നമ്മൾ ഫൈനൈറ്റ് സെറ്റിൻ്റെയും ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെയും ഈക്വൽ സെറ്റ് ആൻഡ് ഈ സെറ്റ്സിൻ്റെ എല്ലാം പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെഷനിൽ നമ്മൾ സബ്സെറ്റ് എന്താണെന്നും പവർ സെറ്റ് എന്താണെന്നും ബാക്കി പോർഷൻസ് കവർ ചെയ്തതായിരിക്കും. ഓക്കെ, താങ്ക് യു.